കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മറ്റൊരു കാര്യം, ഒരേ നാളുകൾ തമ്മിൽ വിവാഹം കഴിച്ചാൽ എന്തു പറ്റും? ഒരേ നാളുകൾ തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ദശാകാലങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ദശാസന്ധി പൊരുത്തമെന്നൊക്കെ പറയും. ദശാസന്ധി വരുമ്പോൾ ഒരുപോലെ വരികയും കണ്ടകശനി ഏഴരശനിയൊക്കെ വരുമ്പോൾ ഒരുപോലെ വരികയും ദോഷങ്ങൾ ഒരുപോലെ അവരുടെ ഗ്രഹനിലയിലോ മറ്റു കാര്യത്തിലോ ദശാകാലങ്ങളിലോ ചാരവശാൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളിലോ ദോഷങ്ങൾ ഒരുപാട് വരുമെന്നാണ് പറയുന്നത്. പക്ഷേ പ്രായവ്യത്യാസവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങൾക്ക് അല്പാൽപ്പം വ്യത്യാസങ്ങളുണ്ടാവും. സത്യത്തിൽ ഒരേ നക്ഷത്രങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കേണ്ടെന്ന് ഞാൻ പറയില്ല. ഗ്രഹനില പ്രകാരം അത്യുത്തമമാണ്, കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ദശാകാല നിമിത്തമായിട്ടുള്ള വിഷയങ്ങൾക്ക് അതിനൊക്കെ പരിഹാരമുള്ളതാണ്. അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ രണ്ടുപേർക്കും രാഹുർദശയാണ്. അപ്പോൾ രാഹുർദശയായപ്പോൾ സർപ്പപ്പാട്ട് പാടിക്കുക, പിന്നെ എന്താ പറയുക, കദളിക്കൊല അവിടെ സമർപ്പിക്കുക, മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക, ഉപ്പും മഞ്ഞളും സമർപ്പിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കുറേ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ രണ്ട് കൂട്ടർക്കും ഇപ്പോൾ കേതുർദശയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ആദിത്യദശ രണ്ടുപേർക്കും ഉണ്ടെന്ന് വിചാരിക്കുക. ചന്ദ്രദശ ഉണ്ടെന്ന് ഈ ചന്ദ്രദശയിലൊക്കെ രോഗവും ദുരിതവും ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ്. അപ്പോൾ ആ രോഗവും ദുരിതവും ഒക്കെ ഉണ്ട്. ചന്ദ്രദശ ദുർഗാദേവിയെ പഞ്ചസൂക്തം കൊണ്ടുള്ള പുഷ്പാഞ്ജലി നടത്തുക, ദുർഗാസൂക്തം കൊണ്ടുള്ള പുഷ്പാഞ്ജലി നടത്തുക, അതുപോലെ തന്നെ കുങ്കുമാഭിഷേകം നടത്തുക. പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരേ നാൾ നമ്മൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാതിരിക്കുകയാണ് ഭംഗി സാമാന്യേന. പിന്നെ ചിലത് കഴിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥാന്തരമോട് അതുപോലെ ഇഷ്ടപ്പെട്ടതും കുടുംബ സംബന്ധമായിട്ട് ഇഷ്ടപ്പെട്ടതും ഒക്കെ ആണെങ്കിൽ കഴിച്ചേ പറ്റുമോ എന്നുള്ളൊരു അവസ്ഥാന്തരം ഉണ്ടെങ്കിൽ കഴിക്കാം. പക്ഷേ അപ്പം നിങ്ങൾ അതിൻ്റെ അനുസരിച്ചിട്ട് ജീവിക്കുകയും അതിൻ്റെ അനുസരിച്ചുള്ള പരിഹാരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഭാവിയിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.